ഇന്ന് ഇന്ത്യയിൽ തന്നെ മുസ്ലിം ലീഗിനോളം ഗതികെട്ട മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുമോ എന്നത് സംശയമാണ്. കാലാകാലങ്ങളായി കോൺഗ്രസ് പാർട്ടിയെ പൂജിച്ച് അവരുടെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി കഴിയണമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്തെങ്കിലും ശാപം ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. കേരളത്തിലെ UDFന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ലീഗിന്റെ ശേഷിയും അവരുടെ നിലപാടും കാണുമ്പോൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ് ഓർമ്മ വരിക. ചില കണക്കുകൾ നമുക്ക് നോക്കാം. കേരളത്തിലെ ഭരണമുന്നണിയായ LDFനെ നയിക്കുന്ന CPM ആണ് ജനപിന്തുണയിലും സംഘടനാ ബലത്തിലും സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർട്ടി എന്നത് ആർക്കും തർക്കമുണ്ടാകുന്ന കാര്യമല്ല. നിയമസഭയിൽ 61 സീറ്റുകളാണ് CPMനുള്ളത്. മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായ CPIക്ക് 17 നിയമസഭാ സീറ്റുകളും ഉണ്ട്. രണ്ട് പാർട്ടികളും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം 44. CPI ഇടതുമുന്നണിയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് 4 സീറ്റുകളിൽ, അതിൽ 3ഉം വിജയസാധ്യത ഏറിയ സീറ്റുകളാണ്. ഇനി UDFിലേക്ക് വന്നാൽ നിയമസഭയിലെ പ്രാതിനിധ്യം 41 സീറ്റുകൾ, അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 21 അംഗങ്ങൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ കക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ളത് 15 സീറ്റുകൾ. രണ്ട് പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം വെറും 6 മാത്രം. എന്നിട്ടും UDFിൽ നിന്ന് ലീഗ് മത്സരിക്കുന്നത് 2 പാർലമെന്റ് സീറ്റുകളിലേക്കാണ്. വെറും 2 നിയമസഭാ സീറ്റുകളുള്ള കേരള കോൺഗ്രസ് ജോസഫിനും കഴിഞ്ഞ 2 നിയമസഭകളിലും ഒറ്റ സീറ്റ് പോലും ഇല്ലാത്ത RSPക്ക് പോലും ഓരോ ലോക്സഭാ സീറ്റുകളും ഉള്ളിടത്താണ് ലീഗിന് ഒരു സീറ്റിന് വേണ്ടി ഇങ്ങനെ കരയേണ്ട ഗതികേടുള്ളത്. ഇനി കോൺഗ്രസിനുള്ള 21 നിയമസഭാ സീറ്റുകളിൽ മലബാർ മേഖലയിലെ ഇരിക്കൂർ, കൽപ്പറ്റ, വണ്ടൂർ, പാലക്കാട് തുടങ്ങിയ മേഖലയിലെ മുഴുവൻ സീറ്റുകളും ലീഗിന്റെ വോട്ട് ബാങ്കാണ്. ലീഗ് ഇല്ലെങ്കിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് പോലും പലയിടത്തും കിട്ടില്ല. ഫലത്തിൽ UDFിൽ കോൺഗ്രസിനൊപ്പം തന്നെ ശക്തമായ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എന്നിട്ടും ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? 3ാം സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചതു മുതൽ പല കോൺഗ്രസ് നേതാക്കളുടെ പുച്ഛവും പരിഹാസവും സഹിച്ച് കോൺഗ്രസുകാരുടെ അച്ചാരം ലഭിക്കുമോ എന്ന് കാത്തു നിൽക്കേണ്ട ഗതികേട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 3ാം സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച ലീഗിനോട് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനായി ത്യാഗം സഹിക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. അന്ന് ലാസ്റ്റ് ബസ്സിനായി കേരളം മുഴുവൻ പ്രസംഗിച്ച് നടന്നതിൽ മുൻപന്തിയിൽ ലീഗ് നേതാക്കളാണ്. കോൺഗ്രസിന് ലോക്സഭയിൽ അടുക്കിപ്പെറുക്കി കിട്ടിയ 19 സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച കേരളത്തിൽ ഒഴുകിയതിന്റെ പകുതിയും ലീഗിന്റെ വിയർപ്പാണ്. സമസ്ത മുഖപത്രമായ സുപ്രഭാതം എഴുതിയ എഡിറ്റോറിയൽ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. രാഹുൽ വയനാട്ടിൽ വരുമ്പോൾ സ്റ്റേജിൽ തിക്കി നിറയുന്ന കോൺഗ്രസ് നേതാക്കളും സദസ്സിൽ വെയിലും കൊണ്ട് കൊടി പിടിക്കുന്നത് ലീഗ് അണികളുമാണെന്നും കോൺഗ്രസുമായി ഒരു സൗഹൃദ മത്സരത്തിന് ലീഗ് തയ്യാറാകണമെന്നുമാണ് സുപ്രഭാതം പറയുന്നത്. സ്വന്തം തൊപ്പിയുടെ കൂടെ ലീഗിന്റെ സ്വത്തും അഴിച്ചുവെച്ച് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്ന CHനും ലീഗിനും മുസ്ലിം ലീഗ് എന്ന നിലയിൽ തന്നെ അഭിമാനത്തോടെ അധികാര കസേര നീട്ടിയത് CPM ആണ്. വലതു മുന്നണിയിൽ വെള്ളം കോരിയും വിറക് വെട്ടിയും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അമർഷം പ്രകടിപ്പിച്ചും കാലം കഴിക്കാനാണോ ഇനിയും തീരുമാനം എന്ന് നേതാക്കൾക്ക് ചിന്തയില്ലെങ്കിൽ കൂടി ലീഗ് അണികളെങ്കിലും അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.